ഹായ്. PSC പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഓരോ ആളുകളും കഠിനമായിട്ട് പരിശ്രമിച്ചിട്ട് തന്നെയാണ് പരീക്ഷയെ നേരിടാറുള്ളത്. പിന്നെ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ആളുകളും ആദ്യത്തെ 100 റാങ്കുകൾക്കകത്ത് ഉൾപ്പെടുന്ന ആളുകളും തമ്മിൽ ഉള്ള ആ ഒരു അന്തരം അതെന്താണ്? അങ്ങനെ നമുക്ക് ആദ്യത്തെ 100 റാങ്കുകളിൽ ഉൾപ്പെട്ട് ടെൻഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുള്ളത്? ഇനി വരാൻ പോകുന്ന LGS പരീക്ഷയെക്കുറിച്ചിട്ട് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് എന്ന് പറയുന്ന പരീക്ഷ. ഈ പരീക്ഷയുടെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത തന്നെ ഇംഗ്ലീഷ്, മലയാളം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളില്ല. GK ടോപ്പിക്കും അതോടൊപ്പം തന്നെ കറണ്ട് അഫയേഴ്സ്, മാത്സ് ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ ഈ പരീക്ഷയിൽ നമുക്ക് ഈസി ആയിട്ട് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാനായിട്ട് സാധിക്കും. പക്ഷേ ഒരുപാട് ആളുകൾ മാറ്റുരയ്ക്കുന്ന ഒരു പരീക്ഷ ആയതുകൊണ്ട് തന്നെ നമ്മുടെ സ്ട്രാറ്റജി അതുപോലെ ക്ലിയർ ആയിട്ട് ഇരിക്കണം. ഏറ്റവും പ്രധാനമായിട്ട് 5 മുതൽ 10ാം ക്ലാസ് വരെയുള്ള SCERT പാഠപുസ്തകങ്ങൾ കൃത്യമായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കാം. അതോടൊപ്പം പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ കണ്ടന്റ് ഇങ്ങനെ നമ്മൾ ഒരുപാട് കാണാതെ പഠിക്കുന്നതിനോടൊപ്പം തന്നെ എങ്ങനെയാണ് ചോദ്യകർത്താവ് ചോദ്യം ചോദിക്കാൻ പോകുന്നത് എന്നുള്ളൊരു ബോധ്യം നമുക്ക് വേണം. അതിനു വേണ്ടിയിട്ട് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന റിലേറ്റഡ് ഫാക്റ്റുകൾ, ഇവയിൽ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു അറിവ് വേണം. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മാത്സിലുള്ള പ്രധാനപ്പെട്ട ടോപ്പിക്കുകളും അതോടൊപ്പം കറണ്ട് അഫയേഴ്സും കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണെങ്കിൽ ഇനി വരാൻ പോകുന്ന LGS പരീക്ഷ, ആ പരീക്ഷയിൽ തുടക്കത്തിലുള്ള റാങ്കുകളിൽ തന്നെ നമുക്ക് ഉൾപ്പെടാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് ആത്മവിശ്വാസത്തോടെ തന്നെ പഠിച്ചു തുടങ്ങുക. താങ്ക് യു.